അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു റിലേഷൻ എപ്പോഴാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാല്ലേ. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണം, അതിന് മുന്നേ എന്താണ്, റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, പിന്നെ ട്രാൻസിറ്റീവ് ആവണം. ഇത് മൂന്നും ആയാലാണ് ഒരു റിലേഷൻ എന്ത് പറയാം, ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ എന്താ അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ലെറ്റ് ടി ബി സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്താ തന്നിട്ടുള്ളത്, ടി എന്ന് അല്ലേ. ടി എന്നുള്ള സെറ്റ് എന്താ, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, ഇതിപ്പോൾ എക്സ്, ഇത് വൈ, ഇത് എക്സ് വൈ പ്ലെയിൻ അല്ലേ. അതുപോലെ ഒരു പ്ലെയിനിലുള്ള സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ആണ് ഇവിടെ എന്ത് നമുക്ക് സെറ്റായിട്ട് തന്നിട്ടുള്ളത്, ടി എന്നുള്ള സെറ്റായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ റിലേഷൻ എന്താ, വിത്ത് ആർ എ റിലേഷൻ ഇൻ ടി ഗിവൺ ബൈ ആർ എങ്ങനെ തന്നിട്ടുള്ളത്, ഓർഡേഡ് പെയർ T1 T2 ആറിൽ ഉണ്ടാവണമെങ്കിൽ T1ഉം T2 തമ്മിലുള്ള റിലേഷൻ എന്താ, T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2 അല്ലേ, T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2. ഇനി കോൺഗ്രുവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഒപ്പം ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആയ രണ്ട് ട്രയാങ്കിൾസിനെയാണ് എന്താ പറയുക, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ T1ഉം T2 ഒക്കെ എന്താ, നമ്മുടെ ഇവിടുത്തെ സെറ്റ് എന്താ, ടി, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. അപ്പോൾ ഇതിലത്തെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഓരോ ട്രയാങ്കിളിലെ എല്ലാ ട്രയാങ്കിൾസും വരും. ഇക്വാലൻ എന്താ ഏതൊക്കെ ട്രയാങ്കിൾസ് നമുക്കറിയാം, ഐസോസിലസ് ട്രയാങ്കിള്, പിന്നെന്താ ഐസോസിലസ് ട്രയാങ്കിള്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിള്, അങ്ങനെ നമുക്ക് എല്ലാ ട്രയാങ്കിൾസും എന്തിൽ വരും, ഈ സെറ്റിൽ വരും. അപ്പോൾ T1 T2 എന്ന് പറഞ്ഞാൽ എന്താ, T1 ഒരു ട്രയാങ്കിൾ, T2 ഒരു ട്രയാങ്കിൾ. T1 T2വിനോട് റിലേറ്റഡ് ആവണം, അല്ലെങ്കിൽ ഓർഡേഡ് പെയർ T1 T2 ആറിൽ ഉണ്ടാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, T1 എന്ന് പറയുന്നത് T2വിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കണം. അതായത് T1 എന്നുള്ള ട്രയാങ്കിളുടെയും T2 എന്നുള്ള ട്രയാങ്കിളുടെയും സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആവണം. അപ്പോൾ ഇത് ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ആറ് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ ആവണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, ആറ് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, പിന്നെ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്താണ്, നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് അറിയാം, എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഈ എ എന്നുള്ളത് എന്താ സെറ്റ്, അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്താ ടി. അപ്പോൾ ടിയിലെ ഒരു എലിമെൻ്റ് അല്ലേ, എയിലെ ഒരു എലിമെൻ്റ് അല്ലേ എ, അപ്പോൾ ടിയിലെ ഒരു എലിമെൻ്റ് നമുക്ക് എന്തെടുക്കാം, ടി ആയിട്ട് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ ടി ആറിലുണ്ടെങ്കിൽ എന്ത് പറയുക, ആറ് റിഫ്ലക്സീവ് ആണെന്ന് പറയാം അല്ലേ. ടി ആറിലുണ്ടാവുമോ, ടി ആറിലുണ്ട് എന്ന് എങ്ങനെ പറയുക, ഒരു ഓർഡേഡ് പെയർ ആറിലുണ്ടാവണമെങ്കിൽ എന്താ, അവർ തമ്മിൽ കോൺഗ്രുവൻ്റ് ആയിരിക്കണം. ടീനോട് തന്നെ കോൺഗ്രുവൻ്റ് അല്ലേ, ടീനോട് തന്നെ കോൺഗ്രുവൻ്റ് അല്ലേ. അതായത് ടി എന്നുള്ള ട്രയാങ്കിൾ, ആ ടി എന്നുള്ള ട്രയാങ്കിൾ വേറെ ഒന്നും കൂടെ വരയ്ക്കുക, ഇതിൻ്റെ രണ്ട് സൈഡ്സ്, ഇതിൻ്റെ സൈഡ്സും ഇതിൻ്റെ ആംഗിൾസ് ഈക്വൽ തന്നെ അല്ലേ. അപ്പോൾ ടി എന്നുള്ള ട്രയാങ്കിൾ ആ ട്രയാങ്കിളിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ എന്ത് നമുക്ക് പറയാം, ഓർഡേഡ് പെയർ ടി ബിലോങ്സ് ടു ആർ ഫോർ ഓൾ, എല്ലാ അല്ലേ, എല്ലാ ടീകൾക്കും, എല്ലാ ടി ഏതിലത്തെ വലിയ ടി അല്ലേ. അപ്പോൾ ടി എന്നുള്ള സെറ്റിലെ എല്ലാ ടീകൾക്കും ഇതെന്താണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യല്ലേ. അതായത് ഓർഡേഡ് പെയർ ടി ആറിലുണ്ടാവും. ദെർഫോർ എന്താ, ആർ ഈസ് റിഫ്ലക്സീവ്, ആറ് റിഫ്ലക്സീവ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താ, സിമെട്രിക്. ആറ് എപ്പോഴാണ് സിമെട്രിക് ആവുക, A1 A2 എന്താ ഡെഫിനിഷൻ എന്താ, A1 A2 ആറിലുണ്ടെങ്കിൽ A2 A1ഉം ആറിലുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുക, T1 T2 ആറിലുണ്ട് എന്ന് എടുക്കുക, T1 T2 ആറിലുണ്ട് എന്ന് കിട്ടുക. ഇനി നമുക്ക് പ്രൂവ് ചെയ്തിട്ട് എന്ത് കിട്ടണം, അതിന് തിരിച്ചിട്ടിട്ട് T2 T1ഉം ആറിലുണ്ട് എന്ന് കിട്ടണം. അപ്പോൾ T1 T2 ആറിലുണ്ടെങ്കിൽ ആറിലുണ്ടാവാനുള്ള കണ്ടീഷൻ എന്താ, T1 കോൺഗ്രുവൻ്റ് ടു T2. അപ്പോൾ T1 T2 ആറിലുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം, T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2, T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം, ഇത് ഇംപ്ലൈസ് ആണ് കേട്ടോ, ഇംപ്ലൈസ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, T2 ഈസ് കോൺഗ്രുവൻ്റ് ടു T1 എന്ന് പറഞ്ഞൂടെ, T1 T2നോട് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T2 ഈസ് കോൺഗ്രുവൻ്റ് ടു T1 എന്ന് പറഞ്ഞൂടെ, T2 ഈസ് കോൺഗ്രുവൻ്റ് ടു T1. അപ്പോൾ നമുക്ക് എന്താ,
ഒരു ട്രയാങ്കിൾ വേറെ ട്രയാങ്കിളിനോട് കോൺഗ്രൻ്റ് ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഓർഡേഡ് പെയർ ആറിലുണ്ടാവും. ഇവിടെ ഒരു ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിളിനോട് കോൺഗ്രൻ്റ് ആണ്. അപ്പോൾ ആ ഓർഡേഡ് പെയർ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പോൾ T2 T1 എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പോൾ T1 T2 ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? T2 T1 ആറിലുണ്ട് എന്ന് കിട്ടി. ദെർഫോർ ആർ എന്താണ്? സിമെട്രിക് ആണ്. ആറ് സിമെട്രിക് ആണ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ട്രാൻസിറ്റീവ് കിട്ടണമെന്ന് എന്താണ് ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? A1 A2 ആറിലുണ്ട്, A2 A3 ആറിലുണ്ട്. നമുക്ക് എന്താ ഇത് രണ്ടും ആറിലുണ്ടെങ്കിൽ എന്ത് ആറിലുണ്ടാവണം? A1 A3 ആറിലുണ്ടാവണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം T1 T2 ആറിലുണ്ട്, T2 T3 ആറിലുണ്ട് എന്ന് നമ്മൾ എടുത്തു. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യണത്? T1 T3 ആറിലുണ്ട് നമുക്ക് കിട്ടണം. T1 T2 ആറിലുണ്ടെങ്കിൽ എന്താ? T1 ഈസ് കോൺഗ്രൻ്റ് ടു T2 ആൻഡ് T2 T3 ആറിലുണ്ടെങ്കിൽ എന്താ? T2 ഈസ് കോൺഗ്രൻ്റ് ടു T3 ഇംപ്ലൈസ്. ഇത് എങ്ങനെ എഴുതാം? മൂന്ന് ട്രയാങ്കിൾ T1 T2 T3 T1 T2 T3 T1 T2നോട് കോൺഗ്രൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സും ആംഗിൾസൊക്കെ ഈക്വൽ ആണ്. ഇനി T2 T3നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ T2ൻ്റെ സൈഡ്സും T3യുടെ സൈഡ്സും ഈക്വൽ ആണ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ എന്താ? ഈ മൂന്ന് ട്രയാങ്കിളും സൈഡ്സും ആംഗിൾസൊക്കെ ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ T1 ഈസ് കോൺഗ്രൻ്റ് ടു T3 എന്ന് പറഞ്ഞൂടെ നമുക്ക്? T1 ഈസ് കോൺഗ്രൻ്റ് ടു T3 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ T1 T3ക്ക് കോൺഗ്രൻ്റ് ആണെങ്കിൽ T1 ഓർഡേഡ് പെയർ T1 T3 എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പോൾ T1 T2 ആറിലുണ്ടെങ്കിൽ T2 T3യും ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? T1 T3 ആറിലുണ്ട്. അപ്പോൾ എന്ത് പറയാ? ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആർ എന്താണ്? ആറ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആറ് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് പറയാ? ആർ ഈസ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയണത്? ലെറ്റ് എൽ ബി ദി സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ ആൻഡ് ആർ ബി. അവിടുത്തെ സെറ്റ് എന്താ? എൽ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലൈൻസ്. ഒരു പ്ലെയിനിലുള്ള ലൈൻസുകളുടെ കളക്ഷനാണ് എന്ത്? എൽ എന്നുള്ള സെറ്റ്. ഇനി റിലേഷൻ ആർ എന്താ തന്നിട്ടുള്ളത്? L1 L2 ഓർഡേഡ് പെയർ L1 L2 ആറിലുണ്ടാവണമെങ്കിൽ എന്താ റിലേഷൻ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 L2നോട് പെർപെൻഡിക്കുലർ ആവണം. ഷോ ദാറ്റ് ആർ ഈസ് സിമെട്രിക്. ആർ സിമെട്രിക് ആണ് എന്ന് കാണിക്കണം. പക്ഷെ എന്തല്ല? ട്രാൻസിറ്റീവും അല്ല റിഫ്ലക്സീവും അല്ല കേട്ടോ. റിഫ്ലക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആറ് സിമെട്രിക് ആണ് എന്ന് കാണിക്കാം. സിമെട്രിക് ആവാനുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് L1 L2 അല്ലേ? അപ്പോൾ L1 L2 ലൈൻസ് ആണ്. L1 ഒരു ലൈനാണ്, L2 ഒരു ലൈനാണ്. ഇത് ആറിലുണ്ട് എന്ന് എടുത്തു. സപ്പോസ് L1 L2 ബിലോങ്സ് ടു ആർ. ഇനി നമുക്ക് പ്രൂവ് ചെയ്തിട്ട് എന്ത് കിട്ടണം? L2 L1 ആറിലുണ്ട് എന്ന് കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ആർ എന്താണ്? സിമെട്രിക് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആകെ അറിയണത് എന്താ? L1 L2 ആറിലുണ്ടെങ്കിൽ നമുക്ക് അറിയണത് എന്താ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചു L1 L2നോട് പെർപെൻഡിക്കുലർ ആണെച്ചാൽ ഇപ്പോൾ L1 L2 ഇത് L1 ഇത് L2. ഈ L1 എന്നുള്ള ലൈന് L2നോട് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് എപ്പോഴാണ് പറയുക? 90 ഡിഗ്രി ഉണ്ടാക്കണം അല്ലേ? ഒരു ലൈന് വേറൊരു ലൈനിനോട് 90 ഡിഗ്രി ഉണ്ടാക്കിയാൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. അപ്പോൾ L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ L2 L1നോട് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. ഇതിന്ന് എന്ത് കിട്ടും? L2 L1 പെർപെൻഡിക്കുലർ ആണെങ്കിൽ L2 L1 ഓർഡേഡ് പെയർ എവിടെ ഉണ്ടാവും? ആറിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ ഈസ് സിമെട്രിക്. ആറ് സിമെട്രിക് ആണെന്ന് കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യണം? റിഫ്ലക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല എന്ന് കാണിക്കണം. അപ്പോൾ റിഫ്ലക്സീവ് അല്ല എന്ന് കാണിക്കണം. രണ്ട് ലൈൻസ് എടുത്തു, L എടുത്തു. L ആറിൽ ഉണ്ടാവുമോ? രണ്ട് ലൈൻസ് എടുത്തു, അല്ലെങ്കിൽ ഒരു ലൈന് അതേ ലൈൻ തന്നെ എടുത്തു. അതായത് ഒരു ലൈൻ ആ ലൈനിനോട് തന്നെ പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ? പാരലൽ ആണ് അല്ലേ? ഈ ഇങ്ങനെ പോകുന്ന ലൈൻ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ രണ്ട് ലൈന് കിട്ടിയില്ലേ? ഈ രണ്ട് ലൈൻ എങ്ങനെ പോകണത്? പാരലൽ ആയിട്ടാണ് പോകണത്. അപ്പോൾ ഒരേ ലൈന് പരസ്പരം എന്താ? എൽ എന്നുള്ള ലൈന് ആ ലൈനിനോട് തന്നെ എന്താവുക? പാരലൽ ആവുക. അപ്പോൾ പെർപെൻഡിക്കുലർ ആയാലല്ലേ നമുക്ക് ആറിൽ വരുള്ളൂ. അപ്പോൾ L ആറിൽ വരും? ഇല്ല. ഓർഡേഡ് പെയർ L ഡെൻസിൻ ബിലോങ്സ് ടു ആർ. ദെർഫോർ ആർ ഈസ്
നോട്ട് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കണം. ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്താണ്? L1 L2 ആറിലുണ്ട് എന്ന് എടുക്കുക, L2 L3 ആറിലുണ്ട് എന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? L1 L3 ആറിലുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസിറ്റീവ് അല്ല എന്നാ പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ എന്താ? L1 L3 ആറിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. L1 L2 ആറിലുണ്ടെങ്കിൽ എന്താ? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആൻഡ് L2 L3 ആറിലുണ്ടെങ്കിൽ എന്താ? L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇത് L1, ഇത് L2. ഇനി L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. അപ്പോൾ L3 എങ്ങനെ വരയ്ക്കുക? ഇവിടെ വരയ്ക്കുക അല്ലേ, L3. അപ്പോൾ L1ഉം L3 എങ്ങനെയാണ്? പാരലൽ അല്ലേ. ഇനി ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചിത്രം വരയ്ക്കുക. L1ന് ഇങ്ങനെ വരയ്ക്കുക, L1ന് ഇങ്ങനെ വരയ്ക്കുക. L1ന് പെർപെൻഡിക്കുലർ ആണ് L2 അല്ലെ. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. അപ്പോൾ L2 എന്നുള്ള ലൈൻ ഇത്. ഇനി L2 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L2ന് പെർപെൻഡിക്കുലർ ആണ് L3. അപ്പോൾ L1 L3 എന്താണ്? പെർപെൻഡിക്കുലർ ആണോ? അല്ല, പാരലൽ ആണ് അല്ലേ. അപ്പോൾ ഇംപ്ലൈസ് എന്ത് കിട്ടി? L1 ഈസ് പാരലൽ ടു L3. അപ്പോൾ L1 പാരലൽ ടു L3 ആയാൽ ആറിൽ വരും. ആറിൽ വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? L1 പെർപെൻഡിക്കുലർ ടു L2 ആവണം. അപ്പോൾ ഇംപ്ലൈസ് എന്താ? ഓർഡേർഡ് പെയർ L1 L3 ഡസൻ ബിലോങ്സ് ടു R അല്ലേ. അപ്പോൾ ദെർഫോർ R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ R സിമ്മട്രിക്ക് മാത്രമേ ആവുള്ളൂ, റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ പ്രോബ്ലംസിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.